ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, എല്ലാവരെയും ഗുഡ്നസ് ടിവിയുടെ വചനദീപ്തി ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മളിത് ചിന്തിക്കുക ദൈവമക്കൾ എങ്ങനെയായി ജീവിക്കണമെന്നുള്ളതാണ്. എഫെസോസ് ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കും, വാത്സല മക്കളെപ്പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ. ദൈവത്തെ അനുകരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ എല്ലാവിധത്തിലുള്ള പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും ഒക്കെ നമ്മൾ ദൈവത്തെ അനുകരിക്കുന്നവരായി മാറണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ നല്ല ക്രിസ്ത്യാനികളായി മാറുക. അതുകൊണ്ട് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. അങ്ങനെ നിങ്ങൾ നിർദോഷകരും നിഷ്കളങ്കരുമായി തീർന്ന് പാപം ചെയ്യുന്ന ലോകത്തിലെ മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ കുറ്റമറ്റ ദൈവമക്കളായി മാറണമെന്ന്. അതാണ് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുക. നിങ്ങൾ കുറ്റമറ്റ ദൈവമക്കളായി മാറുക, നിർദോഷകരും നിഷ്കളങ്കരുമായി തീർന്ന് വഴി പിഴച്ചതും വഞ്ചന നിറഞ്ഞതുമായ ഈ ലോകത്തിൽ കുറ്റമറ്റ ദൈവമക്കളായി മാറുക. ഒന്നാമത്തെ കാര്യം, വത്സല മക്കളെ പോലെ ദൈവത്തെ അനുകരിക്കുക. എങ്ങനെയാണ് ദൈവത്തെ അനുകരിക്കേണ്ടതെന്ന് പറയുകയാണ്. എങ്ങനെയാണ്? നിർദോഷകരും നിഷ്കളങ്കരുമായി തീർന്ന്. നിർദോഷകരും നിഷ്കളങ്കരുമായി തീരുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് മുറുമുറുപ്പും തർക്കമൊക്കെ മാറിപ്പോകുകയുള്ളൂ. നമുക്കൊരു വീട്ടിലെ കാര്യം തന്നെ എടുക്കാം. ഇപ്പം ഭാര്യയും ഭർത്താവും എന്തെങ്കിലും എന്ന് പറഞ്ഞ് ഇഷ്ടക്കേടായി, ഒരുപക്ഷെ ഭാര്യയ്ക്ക് ഭർത്താവിനോട് അത് അതേപടി പ്രകടിപ്പിക്കാൻ കുടുംബജീവിതം തകർന്നു പോകുമല്ലോ. പല ഭാര്യയും ഭർത്താവും ഒക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. പറയേണ്ടതൊക്കെ അവർക്കറിയാം. ഓരോ കാര്യങ്ങൾ വരുമ്പോൾ, അതിൻ്റെ ഫോൾട്ട് വരുമ്പോൾ, അതിൻ്റെ സങ്കടങ്ങൾ വരുമ്പോൾ, അതിൻ്റെ മുറിവുകൾ വരുമ്പോൾ അതിനെ എങ്ങനെ തിരുത്തി പറയണം എന്നൊക്കെ അറിയാൻ മേലാത്തവരാരുമല്ല. പക്ഷേ പലരും കുടുംബം തകരണ്ടല്ലോ, മക്കളുടെ ഭാവി അങ്ങനെയൊക്കെ വിചാരിച്ച് എല്ലാം ഒന്നും അങ്ങനെ പറയാറില്ല. മിക്ക ഭാര്യയും ഭർത്താവും നേരിട്ടൊന്നും. കുറച്ച് വിവേകവും ബുദ്ധിയൊക്കെ ഉള്ള ഭാര്യയും ഭർത്താവും ഒക്കെ ആണെങ്കിൽ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ചെയ്യുമ്പോഴും അങ്ങനെ എല്ലാം ഒന്നും വിളിച്ച് പറയുകയല്ല ഭാര്യയോട്, നീ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ല, നീ അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ, എനിക്കത് അറിയാമല്ലോ എന്നൊക്കെ മുഖത്ത് നോക്കി പറയാൻ അറിയാൻ പാടില്ലാന്നല്ല മിണ്ടാതെ പോകുന്നത്. പക്ഷെ അങ്ങനെ മിണ്ടാതെ പോയി എന്നതുകൊണ്ട് അവിടെ ഒരു നല്ല സമാധാനപരമായൊരു ജീവിതമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അവിടെയാണ് മുറുമുറുപ്പ് വരിക. മുറുമുറുക്കുക. ഭാര്യ ഭർത്താവിനെതിരെ, ഭർത്താവ് ഭാര്യയ്ക്കെതിരെ, മക്കൾ മാതാപിതാക്കന്മാർക്കെതിരെ, മാതാപിതാക്കന്മാരും മക്കൾക്കെതിരെ, അല്ല അങ്ങനെ ഉള്ള ഒരു മുറുമുറുപ്പ്. ചേട്ടൻ പറഞ്ഞത് അനിയന് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ അവന് ചേട്ടനാണല്ലോ, മറ്റുള്ളവരൊക്കെ എന്ത് വിചാരിക്കും, ഞാനങ്ങനെ ചേട്ടനെ മുഖത്തടിച്ച് സംസാരിച്ചാൽ അവൻ മുറുമുറുക്കുകയാണ് ചേട്ടനെതിരായിട്ട്. എന്നാലും അവന് വലിയ ആളായിരിക്കുന്നു, ഇപ്പോൾ അവന് വലിയ കാശായപ്പോൾ എന്നെ ചവിട്ടി തേക്കുന്നു, പണ്ടൊക്കെ എന്നെ എന്തു സ്നേഹമായിരുന്നു, ഇങ്ങനെ മുറുമുറുത്തുകൊണ്ട് നടക്കുക. മുറുമുറുപ്പ് പോലും അവിടുത്തെ ദൃഷ്ടിയിൽ വരുന്നുവെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും. 9-10 വാക്യങ്ങളിലൂടെ വരുമ്പോൾ രഹസ്യം പറച്ചിന് പ്രത്യാഘാതം ഉണ്ടായിരിക്കും, മുറുമുറുപ്പ് പോലും അവിടുത്തെ ദൃഷ്ടിയിൽ വരുന്നുവെന്ന്. അപ്പോൾ ഈ മുറുമുറുപ്പ് അത്ര നിസാര പാർട്ടിയൊന്നും അല്ല കേട്ടോ. നമ്മളിങ്ങനെ ഒരാളെ കൊന്നോ അല്ലെങ്കിൽ തല്ലിയോ അങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മൾ നോക്കുക. എന്നാൽ ഈ മുറുമുറുപ്പ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ഉള്ളിലെ എന്താ പറയുക, നമ്മുടെ ഉള്ളിലെ ആ വ്യക്തിയോടുള്ള, നമ്മളെ ദ്രോഹിച്ച വ്യക്തിയോടുള്ള ആ ഇഷ്ടക്കേട്, താല്പര്യക്കുറവ്. ഈശോ പറയുന്നില്ലേ, നിൻ്റെ ഹൃദയം കൊണ്ട് നീ സഹോദരനെ വെറുക്കരുതെന്ന്. അപ്പോൾ സഹോദരനോട് ഹൃദയത്തിലൊരു വെറുപ്പ് വരുമ്പോൾ ഒരു മുറുമുറുപ്പ് സ്വാഭാവികമാണ്. ഭാര്യയോട് ഹൃദയത്തിലൊരു വെറുപ്പ് വരുമ്പോൾ, ഒരു നീരസം വരുമ്പോൾ ഒരു മുറുമുറുപ്പ് സ്വാഭാവികമാണ്. പക്ഷെ അത് ദൈവം കേൾക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞത്, നിൻ്റെ വാക്കുകൾ അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ, അല്ലാത്തതെല്ലാം ദുഷ്ടനിൽ നിന്ന് വരിക. അപ്പോൾ ഈ മുറുമുറുപ്പ് എവിടെ നിന്നാണ് വരിക? നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെയൊന്നും അത്ര മൈൻഡ് ചെയ്യാറില്ല. ആത്മീയ തലത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ അനുകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ടതാണ്. നോക്കണം, നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കുരിശിലുള്ള ആ പ്രയർ നമ്മൾ വായിക്കും. വിശുദ്ധ ലൂക്കാസ് വിശേഷത്തിൻ്റെ 23-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? അവിടെ നമ്മൾ വായിക്കും, ഈശോ കുരിശിൽ കടന്ന് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. വളരെ സ്പഷ്ടമായിട്ട് യേശു നല്ല വ്യക്തതയിലാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. നമ്മളാണെങ്കിലോ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. ഒരു സ്ത്രീ എന്നോട് സംസാരിക്കുകയായിരുന്നു, എൻ്റെ വീട്ടിൽ എൻ്റെ സ്വർണം കെട്ടിക്കൊണ്ട് വന്നപ്പോൾ എനിക്ക് എൻ്റെ അപ്പം 10-30 പവൻ സ്വർണം തന്നതാണ്, അതെല്ലാം കൂടെ എടുത്ത് വിറ്റും പറക്കിയ പെങ്ങന്മാരെയൊക്കെ കെട്ടിച്ചും പഠിപ്പിക്കാനും ഒക്കെ വിട്ടത്. ഇപ്പോൾ ഞാനായാലും ഞാൻ കറിവേപ്പിലയായി. ഇതിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കലാണ് പുള്ളിക്കാരത്തിയുടെ പരിപാടി.
എപ്പോഴും പറയും പുള്ളിക്കാരത്തി എന്നെ മുറുമുറുത്തോണ്ട് നടക്കും. കെട്ടിയൻ ചോദിക്കും, നീ എന്നാടി എന്നാമ്മ ഈ പറയുന്നത് ചോദിച്ചാൽ, ഓ ഞാനെന്നാ പറയാനാ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി പറയുകയല്ല. ഉള്ളിലുണ്ട് എല്ലാ കാര്യങ്ങളും. പക്ഷേ ഈ പിറുപിറുപ്പ് അല്ലെങ്കിൽ മുറുമുറുപ്പ് അത് നമ്മുടെ നിഷ്കളങ്കത നഷ്ടപ്പെടുത്തി കളയും. നിഷ്കളങ്കത അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിഷ്കളങ്ക ഹൃദയരെയാണ് ദൈവം താങ്ങുന്നത്. ദാവീദിനെക്കുറിച്ച് ദൈവം പറയുന്നില്ലേ, എനിക്കിണങ്ങിയ ഒരു ഹൃദയം അവനിലുണ്ടായിരുന്നുവെന്ന്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിഷ്കളങ്കത ഇല്ലായെങ്കിൽ വരുന്ന പുറത്തേക്ക് വരുന്നതിൻ്റെ ഒരു പ്രതികരണമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുറുമുറുപ്പ്. നിഷ്കളങ്ക ഹൃദയർക്ക് മുറുമുറുപ്പില്ല. നമ്മൾ പറയുമോ ഞാൻ ഭയങ്കര പെർഫെക്റ്റാണ്, ഞാൻ തുറന്ന പുസ്തകം പോലെയാണ്, എൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ളവരോടുണ്ടാകുന്ന നെഗറ്റീവ് ആയ സ്വഭാവം നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. അത് നമുക്ക് ഇഷ്ടപ്പെടാത്ത അവരുടെ സ്വഭാവ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് നമ്മുടെ മുറുമുറുപ്പ്. കണ്ടില്ലയോ സാരി ഉടുത്തുകൊണ്ട് പോകുന്നത്, കണ്ടില്ലയോ കന്യാസ്ത്രീ, കണ്ടില്ലയോ അച്ഛൻ, ഇതൊക്കെ നമ്മളിങ്ങനെ മുറുമുറുത്തുകൊണ്ട് നടക്കുക. അപ്പോൾ അത് നമ്മൾ മാറ്റിക്കളയണം. ഈ വഴിപിഴച്ചതും വക്രത നിറഞ്ഞ മക്കളുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാകണമെന്നാണ് കർത്താവ് നമ്മളോട് പറയുക. പരിശുദ്ധാത്മാവ് മുഖാന്തരം കുറ്റമറ്റ ദൈവമക്കളാകുക. നമ്മളെപ്പറ്റി ഒരു കുറ്റം പറയാൻ ഉണ്ടാകരുത്. അതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിത രീതി. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് വളരെ അധികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മറ്റുള്ളവരൊരു മുറുമുറുപ്പുണ്ടാകാതിരിക്കുക. രണ്ടാമത്തെ പറയുന്നതാണ് തർക്കം ഉണ്ടാകുക. തർക്കിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യം ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് പറയാൻ ഞാൻ തർക്കിക്കുകയാണ്. അല്ലെങ്കിലും അത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ നോക്ക് ചിലർ രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് തർക്കിക്കുകയെന്ന് കണ്ടിട്ടില്ലേ? ഞങ്ങളുടെ പാർട്ടിക്കാർ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടില്ല, ഇങ്ങനെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്കാർ ഇങ്ങനെ ചെയ്തിട്ടില്ലേ, അങ്ങനെ ചെയ്തിട്ടില്ല. തർക്കിക്കുക. അത് ഭാര്യയും ഭർത്താവും ഒക്കെ ആണെങ്കിൽ നിൻ്റെ അപ്പൻ അങ്ങനെ പറഞ്ഞായിരുന്നു, എടുത്ത് തന്നില്ല എന്ന് പറഞ്ഞ് തർക്കിക്കുകയാണ്. അപ്പോൾ ഭാര്യ അതിന് കൂടെ തർക്കിക്കുന്നു. തർക്കിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നുണ പറയേണ്ടി വരും. തർക്കിക്കുന്നവർ നുണ പറയും. അവർ പറയുന്ന കാര്യങ്ങളെ അങ്ങോട്ട് സ്ഥിരീകരിക്കാനായിട്ട് അവർ നുണ പറഞ്ഞ് അതിനെ സെറ്റാക്കും. നമ്മൾ കട്ട കെട്ടി പണിയുമ്പം കോൺക്രീറ്റ് ചാന്തൊക്കെ ഇടുന്നത് പോലെ ഈ നുണ പറഞ്ഞാണ് ഈ തർക്കത്തെ അവർ ശരിക്കും ഉറപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നുണയും കൂടെ പറയുമ്പോൾ തർക്കിക്കുമ്പോൾ എന്ത് സംഭവിക്കും? തർക്കിക്കുമ്പോൾ തന്നെ നമ്മളുടെ എതിരാളിയെ സൃഷ്ടിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ വൈരാഗ്യം, വെറുപ്പ്, ഇതൊക്കെ കൂടുതലായിട്ട് നമ്മുടെ ഉള്ളിൽ സ്ട്രോങ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ വഴിപിഴച്ചതും വക്രതയുള്ള തലമുറയുടെ ഇടയിൽ നമ്മൾ ക്രിസ്ത്യാനികളെന്ന് പറയുകയും നമ്മുടെ ഉള്ളിൽ തർക്കം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പിശാച് അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാം വാക്യം. അവിടെ എന്താ നമ്മൾ വായിക്കുക? പിശാച് ആദ്യം മുതലേ നുണയനും നുണയരുടെ പിതാവും അവൻ കൊലപാതകിയുമാണ്. അപ്പോൾ തർക്കം മൂത്ത് കൊലപാതകത്തിലേക്ക് പോകുന്നവരുണ്ട്. പെട്ടെന്നൊന്നുമല്ല ഒരാളെ കൊല്ലുന്നത്, തർക്കം മൂത്ത് കൊലപാതകത്തിലേക്ക്. ഒരു പ്രാവശ്യം തർക്കിച്ച് തോൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ എങ്ങനെ ഇല്ലാതാക്കണം എന്നുള്ള ചിന്തയാണ്. അവിടെയാണ് പിശാചിൻ്റെ റോള് വരുന്നത്. ഞാൻ പറഞ്ഞില്ല, തർക്കിക്കുമ്പോൾ അത് സ്ഥിരീകരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് പറയാൻ വേണ്ടി വരുത്തി തിരുത്താൻ നുണ പറഞ്ഞ് അതിനെ സ്ഥിരീകരിക്കുന്നവർ. അപ്പോൾ എന്ത് സംഭവിക്കും? നുണ പറയുമ്പോൾ പിശാച് നമ്മുടെ പിതാവായി മാറും. ആരായാലും. ചില ആളുകളൊക്കെ എന്നോടിങ്ങനെ പറയാറുണ്ട്, സിസ്റ്റർ ഒരു ധ്യാനമൊക്കെ കൂടി ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും തളർന്നുപോയി, വീണുപോയി, പാപം ചെയ്തു എന്നൊക്കെ പറയും. എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പാടില്ല. പള്ളിയിൽ പോകുന്നുണ്ടോ? ഒന്നും കുർബാനയൊന്നും മുടക്കുന്നില്ല. ബൈബിൾ വായിക്കുന്നുണ്ടോ? പിന്നെ ബൈബിൾ വായിക്കാതിരിക്കാൻ പറ്റുമോ നമുക്ക്? ഞാൻ ബൈബിളൊക്കെ വായിക്കുന്നുണ്ട്. പേഴ്സണൽ പ്രയറൊക്കെ ഉണ്ട് സിസ്റ്ററെ. എന്നറിയാൻ പാടില്ല. ഒരു ആത്മാവിലൊരു ഉണർവൊന്നും കിട്ടുന്നില്ല. ഒരു ദൈവാനുഭവം, ദൈവസാമീപ്യം ഒക്കെ നഷ്ടപ്പെട്ടു പോവുക ധ്യാനം കഴിഞ്ഞിട്ടും. ആ ധ്യാനം കൂടിയപ്പോൾ ഒക്കെ നന്നായിരുന്നു. അതിനൊക്കെ ഒരു റീസൺ, ഒരു കാരണമുണ്ട് പ്രിയപ്പെട്ടവരെ. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്നാണ് പറയുക. അപ്പോൾ ഈ ധ്യാനമൊക്കെ കൂടി വരുമ്പം എല്ലാവർക്കും തന്നെ ധ്യാനം കൂടി എന്നൊക്കെ മറ്റുള്ളവരോട് പറയാനായിട്ട് ഇച്ചിരി മടിയൊക്കെ ഉണ്ടാവുകയെ ചില ആളുകൾക്ക്. എല്ലാവർക്കും അല്ല, ചില ആളുകൾക്ക്. നീ അവിടെ പോയായിരുന്നു, ഒരാഴ്ചയായിട്ട് നിന്നെ കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും, ഞാൻ കൂട്ടുകാരൻ്റെ കൂടെ ടൂറിന് പോയതായിരുന്നു. നുണയാ പറഞ്ഞത്. അപ്പോൾ ധ്യാനമൊക്കെ കൂടി കുമ്പസാരിച്ച് കൗൺസിലിങ്ങൊക്കെ നടത്തി പ്രാർത്ഥിച്ച് തീരുമാനമെടുത്ത് ഇനി സാത്താനുമായിട്ടൊരു ബന്ധമില്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തു. നമ്മൾ നല്ല കുമ്പസാരമൊക്കെ നടത്തി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭൂതോച്ചാടന പ്രാർത്ഥന തന്നെ കുമ്പസാരമാണ്. അപ്പം കുമ്പസാരിച്ച് കഴിഞ്ഞാൽ തന്നെ സാത്താൻ നമ്മളിൽ നിന്ന് ഔട്ടായി, നല്ല കുമ്പസാരമാണെങ്കിൽ. അങ്ങനെ പിശാച് നമ്മളിൽ നിന്ന് വിട്ടുപോയി.
പിന്നെ അവനിങ്ങനെ നടക്കുമെന്നല്ലേ പറഞ്ഞു. ഈശോ പറഞ്ഞില്ല, വരണ്ട നിലത്തൂടെയൊക്കെ നടന്ന് നല്ല സ്ഥലം കിട്ടിയില്ലേ തിരിച്ച് ഇറങ്ങിപ്പോയിടത്തേക്ക് വരും. ഇറങ്ങിപ്പോയിടത്തേക്ക് കയറാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പം കൂട്ടുകാരൻ ചോദിച്ചത്, നീ എവിടെയായിരുന്നടാവേ? ഞാൻ കൂട്ടുകാരുടെ കൂടെ ടൂറിന് പോയി, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അളിയൻ സുഖമില്ലാതെ കിടക്കുമായിരുന്നു, അവനെ നോക്കാൻ ആശുപത്രിയിൽ നിന്നു. ഇങ്ങനെയൊക്കെ ഓരോ നുണയങ്ങ് വെച്ച് കാച്ചു. എന്ത് സംഭവിക്കും? പുറത്ത് നിൽക്കുന്നവൻ പിശാച് മകൻ്റെ വീട്ടിലോട്ട് അപ്പന് വരാൻ കോളിംഗ് ബെല്ലടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ നുണ പറയുമ്പോൾ തന്നെ സാത്താൻ നുണ പറഞ്ഞവൻ്റെ ഉള്ളിൽ പ്രവേശിക്കും. കാരണം നുണ പറഞ്ഞു കഴിഞ്ഞാൽ നുണയരുടെ പിതാവ് പിശാചായതുകൊണ്ട് വളരെ ഈസിയാണ്. അതുകൊണ്ട് ധ്യാനമൊക്കെ കൂടിയവരെ വീഴ്ത്താൻ പിശാചിന്. നമ്മളിങ്ങനെ 10 പ്രമാണത്തേക്ക് എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. 1-ാം പ്രമാണം, 2-ാം പ്രമാണം, 3-ാം പ്രമാണം, അതൊക്കെ നമ്മൾ പാലിച്ച് പോകുന്നു. പക്ഷെ നമ്മൾ ഈ പ്രമാണത്തിൽ എഴുതാത്ത ഈ സംഭവം ഉണ്ടല്ലോ, കള്ളസത്യം ചെയ്യരുതെന്നൊക്കെ ഈശോ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും അത്ര ഗൗരവമായിട്ട് പലരും എടുക്കുന്നില്ലെന്നുള്ള ആ സത്യം. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തർക്കം മൂത്ത് കഴിഞ്ഞാൽ വരുന്നത് നുണയുടെ ആത്മാവ് പ്രവേശിക്കും. അതുകൊണ്ട് മുറുമുറുപ്പും തർക്കവും വേണ്ട. ഇന്ന് പല സമൂഹങ്ങളും പല പ്രശ്നങ്ങളിലും ഈ തർക്കവും മുറുമുറുപ്പുമാണ് വിഭാഗ്യത കൊണ്ടുവരുന്നത്. ഭിന്നതയും വിഭാഗ്യതയും ഉണ്ടെങ്കിൽ ആ കൊണ്ടുവരുന്ന ആളുകളും അതിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ കയറാൻ പറ്റില്ലെന്ന് യേശു പറഞ്ഞുകൊണ്ട്, മദ്യപാനം പോലെ കൊലപാതകം പോലെ മാരക പാപത്തിൽപ്പെട്ടതാണ് ഭിന്നതയും വിഭാഗീയ ചിന്തയും. അപ്പം അതുകൊണ്ട് എന്ത് സൂക്ഷിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. അതുകൊണ്ടാണ് യേശു പറയുക, നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളായിരിക്കണം. വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ് നടക്കാനുള്ള ആളല്ല ക്രിസ്ത്യാനി. നമ്മൾ ചിന്തയിൽ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് പറയണം. ആമോസ് പ്രവാചകൻ ഇതിനെക്കുറിച്ച് പറയും, ഇക്കാലത്ത് വിവേകി മൗനം പാലിക്കുന്നുവെന്ന്. ചില കാര്യങ്ങൾക്കൊക്കെ മൗനമാണ് നല്ലതെന്നേ. അപ്പം അതുകൊണ്ട് ആവശ്യമില്ലാത്ത തർക്കത്തിലും ആവശ്യമില്ലാത്ത മുറുമുറുപ്പിലും പെടാതെ കുറ്റമറ്റ ദൈവമക്കളായി മാറാൻ മൗനം പാലിക്കുന്നത് നല്ലത് തന്നെയാണ്. എല്ലാത്തിലും കയറി അതിൽ തലയിട്ട് ഇതിൽ തലയിട്ട് അവസാനം കുടുംബം തകർന്ന്, നമ്മുടെ വ്യക്തി ജീവിതം തകർന്ന്, വിശ്വാസ ജീവിതം തകർന്ന്, അങ്ങനെ നമ്മൾ അധംപതിച്ചു പോകും. അതുകൊണ്ടാണ് പൗലോസിൽ വ്യക്തമായിട്ട് പറയുകയാണ് ഫിലിപ്പിയ സഭയോട്, നിങ്ങൾ കുറ്റമറ്റ ദൈവമക്കളാകണം. വെളിപാടിൻ്റെ പുസ്തകം 2:7 നമ്മളോട് ഇങ്ങനെ പറഞ്ഞു വയ്ക്കും പരിശുദ്ധാത്മാവ്, ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ വളരെ അധികമായി നമ്മൾ ശ്രദ്ധിച്ച് ജീവിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ ബൈബിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ദൈവമക്കളുടെ പൊസിഷനെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവമക്കളായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിനോട് കൂടെ അവകാശിയാകാനുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് ക്രിസ്തുവിനോട് കൂടെ ഒരു സ്വർഗീയ സമ്പത്തിൽ ഒരു അവകാശം ലഭിച്ചു കഴിഞ്ഞാലോ, റോമാലേഖനം 8-ാം അധ്യായം 16-17 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നതാണ്. നാം ദൈവമക്കളാണെങ്കിൽ നമ്മൾ ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കും. ആബാ പിതാവേ എന്ന് വിളിക്കുന്ന നമുക്ക് യേശുക്രിസ്തുവിനോട് കൂടെ സ്വർഗത്തിൽ നമ്മൾ അവകാശികളാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് സ്വർഗത്തിൻ്റെ അവകാശം ലഭിക്കുമെന്ന് സാത്താൻ അറിയാവുന്നത് കൊണ്ട് അവൻ നമ്മളെ വളരെയധികമായി നിരീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ പോരായ്മകൾ, നമ്മുടെ കുറവുകൾ, അത് നമ്മൾ ശ്രദ്ധിക്കണം. വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാ മേഖലകളിലും അശ്രദ്ധരായി ജീവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? യേശു അതുകൊണ്ടാണ് പറഞ്ഞത്, ജാഗരൂകരായിരിക്കുവിൻ. അങ്ങനെയല്ലേ പറയുക? ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ. കള്ളൻ ഏത് സമയത്ത് വരുന്നു എന്നറിയാത്തത് കൊണ്ട് വീട്ടുടമസ്ഥൻ ജാഗരൂകനായിരിക്കുന്നത് പോലെ ജാഗരൂകതയുള്ളവരായിരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ദൈവാനുഭവത്തിലേക്ക് വന്ന ഒരാൾ സങ്കടപ്പെട്ട് പറഞ്ഞൊരു കാര്യമാണ്. അയാൾ വർത്താനം പറഞ്ഞു കൂടുതൽ എന്തോന്ന് ഭാര്യയ്ക്ക് ഭയങ്കര വിഷമായി. കേട്ട് കഴിഞ്ഞപ്പം അവളത് ഹൃദയത്തിൽ വെച്ചു. പിന്നെയും പല പ്രാവശ്യം സംസാരമൊക്കെ ഉണ്ടായപ്പം ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ അവൾക്ക് മനസ്സിനെ വിഷമിപ്പിച്ച് ഇപ്പം അവൾക്ക് ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകുന്ന പോലും ഇഷ്ടമില്ല, ഭർത്താവിനെ ഇഷ്ടമില്ല. ദമ്പതികളുടെ ധ്യാനം കൂടാൻ വന്നപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുക, ഭർത്താവ് ഇന്ന ദിവസം ഇന്നത് പറഞ്ഞു എന്ന് പറഞ്ഞ് പറയുകയാണ്. എന്നാലോചിച്ചെങ്കിൽ അത് ആ മനസ്സിനെ മുറിവേൽപ്പിച്ചിരിക്കുക. നമ്മുടെ ചില വാക്കുകളുണ്ടല്ലോ, അത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ്
യാക്കോബ് ശ്ലീഹ പറയുക 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നാവ് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. അപ്പോൾ അതിനെ കൈകാര്യം ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം. ദുഷ്ടതയുടെ ഒരു ലോകം, നിസ്സാര ലോകമല്ല അത്. ഒരു കപ്പൽ പോലും ചെറിയൊരു നൗക കൊണ്ട് അതിനെ അങ്ങോട്ട് കപ്പിത്താൻ നിയന്ത്രിച്ച് കൊണ്ടുപോവുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ തകർക്കുന്നതും ഉയർത്തുന്നതും നമ്മുടെ നാവ് തന്നെയാണ്. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 15:19 നമ്മൾ വായിക്കും. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ നീ ദൈവത്തിൻ്റെ നാവ് പോലെയായി മാറും. വിലകെട്ടവ പറയാൻ വിളിച്ചതല്ല നമ്മളെ, സദ്വചനങ്ങൾ പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി മാറുവാൻ, ദൈവത്തിൻ്റെ നാവായി മാറാനുള്ളവരാണ് നമ്മൾ. അതിന് നമ്മൾ പറയുന്ന വാക്കുകളോ, ചിലരിങ്ങനെ സിനിമാ കഥ ഇരുന്ന് പറയും, ചിലർ പൊടിപ്പും തൊങ്ങലും വെച്ച് ഓരോരോ അവരുടെ വീരകൃത്യങ്ങൾ പറയും. അങ്ങനെ അപ്പോൾ ചിലരെ കാണുമ്പോൾ പിള്ളേർ പറയും SP വരുന്നതെന്ന്. എനിക്ക് പറ്റിയിട്ടുണ്ട്. SP പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പോലീസിലായിരിക്കും. അല്ല, സ്വയം പൊങ്ങിയെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ നാക്ക് നമ്മൾ വളരെയധികമായി സൂക്ഷിക്കണം. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ കുറേ പ്രാർത്ഥന ചെല്ലുക എന്നുള്ളതുകൊണ്ട് മാത്രമല്ല. ഈശോ പറഞ്ഞില്ലേ, കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവർ മാത്രമല്ല, അങ്ങനെയുള്ളവരല്ല, മറിച്ച് സ്വർഗസ്വനായ പിതാവിന് ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മൾ കുറേ വാക്കുകൊണ്ട് കർത്താവിനെ മാനിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. കർത്താവിൻ്റെ ഇഷ്ടം തിരിച്ചറിയണം. യേശു പറയുന്നുണ്ട്, സമറിയാക്കാരി സ്ത്രീയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ, യേശു എന്താ പറയുക? എൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റലാണ്. അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുക മാത്രമല്ല, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുക. 1 തെസ്സലോനിക്ക 5:16-17 വാക്യങ്ങൾ എന്താണ് യേശുക്രിസ്തുവിലുള്ള ദൈവഹിതമെന്ന്, ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളും നന്ദിയും സ്തുതിയും പറയുക. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം, ദൈവത്തിൻ്റെ ഇഷ്ടം, നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. യേശു സമരിയാക്കാരി സ്ത്രീയോട് സംസാരിച്ചിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റലാണ് എൻ്റെ ഭക്ഷണം. യേശുക്രിസ്തുവിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് വിശുദ്ധ പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പറയുക. എല്ലാ കാര്യത്തിനും എപ്പോഴും നന്ദി പ്രകാശിപ്പിക്കണം. സങ്കടമാണേലും ദുഃഖമാണേലും പ്രയാസമാണേലും ദൈവം അറിയാതെയും ദൈവം അനുവദിക്കാതെയും ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല. അതൊരു മരണമാണെങ്കിലും ഒരു അപകടമാണെങ്കിലും ഒരു സാമ്പത്തിക പരാധീനതകളാണെങ്കിലും നമ്മുടെ മക്കളുടെ തോൽവിയാണെങ്കിലും എല്ലാ കാര്യങ്ങളും ദൈവം അറിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ കാര്യങ്ങളെ ഓർത്ത് നന്ദി പറയുന്നവരായി മാറണം. നന്ദി പറഞ്ഞ് എല്ലാ കാര്യത്തിനും എല്ലായ്പ്പോഴും നന്ദി പ്രകാശിപ്പിക്കുവിൻ എന്ന് പറയുമ്പോൾ, നന്ദി പറയുമ്പോൾ എന്ത് സംഭവിക്കും? സങ്കീർത്തനം 22:3 നമ്മൾ വായിക്കും, നന്ദി പറയുമ്പോൾ ഇസ്രയേലിൻ്റെ സ്തുതിയുടെ ദൈവമായ കർത്താവ് ആ സ്തുതിയുടെ സിംഹാസനത്തിൽ ഇറങ്ങി വരും. സങ്കീർത്തനം 22:3 നമ്മൾ അങ്ങനെ വായിക്കുക. ഇസ്രയേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാകുന്നുവെന്ന്. അപ്പോൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസി സന്തോഷത്തോടെ ഇരിക്കുക, ദൈവത്തെ സ്തുതിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവം ഇറങ്ങി വരും. ദൈവഹിതമാണത്, ദൈവത്തിൻ്റെ ഇഷ്ടമാണത്. യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമാണ് ഞാൻ ദൈവത്തെ ആരാധിക്കുക. ഞാൻ ദൈവത്തെ എൻ്റെ സങ്കടങ്ങളെ പ്രതി, എൻ്റെ പ്രതിസന്ധികളെ പ്രതി, എൻ്റെ പ്രശ്നങ്ങളെ പ്രതി ഞാൻ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം അവിടെ ഇറങ്ങി വരും. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം, സർവശക്തനായവൻ നിൻ്റെ അടുത്തേക്ക് വരുന്ന സമയമാണ്. നീ എല്ലാ കാര്യങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ എന്ത് നല്ല കാര്യമല്ലേ ദൈവം നമ്മുടെ അടുത്തേക്ക് വരിക. ദൈവം ഇപ്പോൾ നമ്മുടെ രോഗം വന്നു, ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവത്തെ നന്ദി പറയലും സ്തുതിക്കലുമാണ്, സന്തോഷത്തോടെ ഇരിക്കലാണ്. ദൈവം അറിയാതെ ഇത് സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇത് ദൈവത്തിന് ഇതിൻ്റെ ബാക്കി ചെയ്യാൻ അറിയാമെന്നുള്ള തിരിച്ചറിവാണ് സന്തോഷം തരിക. അങ്ങനെയാണെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് സന്തോഷം. ഗലാത്യ ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ നമ്മൾ വായിക്കും, പരിശുദ്ധാത്മാവിൻ്റെ ഫലം ഇതാണ്: സമാധാനം, സന്തോഷം. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ഈ സന്തോഷം കൊണ്ട് നമ്മൾ നിറയുകയാണ്.
നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും പ്രതി നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവം ഇറങ്ങി വരും. ദൈവം ഇറങ്ങി വന്നാൽ നിൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയാകുന്ന ചെങ്കടലുകളൊക്കെ മാറിപ്പോകും. ചെങ്കടലിൽ വഴിവെട്ടുന്ന ദൈവം അതിശക്തന. ആ ദൈവം എങ്ങനെ ഇറങ്ങി വരും? ദൈവത്തെ സ്തുതിച്ചാൽ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ് നമുക്കുള്ള വിളി. മറന്നു കളയണ്ട. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതം മൂർമൂർപ്പും തർക്കമൊക്കെ മാറ്റി സ്തുതിയുടെ ജീവിതമാക്കി മാറ്റിയാൽ എന്ത് സംഭവിക്കും? ദൈവം നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കും. ദൈവം ഉള്ളിൽ വന്ന് വസിച്ചാൽ പിന്നെ നിന്നെ തകർക്കാൻ ആർക്കാ പറ്റുന്നതെന്നേ? അതുകൊണ്ടല്ലേ പറയുന്നത്, ഒരു സൈന്യം തന്നെ എനിക്കെതിരെ വന്നാലും എനിക്ക് ഭയമില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് ദൈവം കൂടെയുള്ളവരായിട്ട് നമ്മൾ മാറും. യേശു പറഞ്ഞില്ലേ, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന്. ആ കൂടെ നിൽക്കുന്ന അവസ്ഥ എപ്പോഴാണ്? ദൈവത്തെ ആരാധിക്കുമ്പോഴാണ്. അപ്പോൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദിയും സ്തുതിയും പറയും. ഇടവിടാതെ പ്രാർത്ഥിക്കുക. ഇടവിടാതെ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? അതൊരു സ്തുതിയുടെ പ്രാർത്ഥനയാണ്. സ്തുതിയുടെ പ്രാർത്ഥന, ഇടവിടാതെ പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആ സ്ട്രക്ചർ അങ്ങ് മാറണം. ഇങ്ങനെ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ ജീവിതത്തിൻ്റെ ദുഃഖത്തിലും ദുരിതത്തിലും സങ്കടത്തിലും അപമാനത്തിലും അവഗണനയിലുമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഒരു ആനന്ദം കൈവരും. ആ ആനന്ദത്തിന് വലിയ വിലയുണ്ട് സ്വർഗത്തിൽ ഭൂമിയിലും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കുറ്റമറ്റ ദൈവമക്കളാകണം. അത് നമ്മൾ സ്വായത്തമാക്കേണ്ടതാണ്. നമ്മളെപ്പോഴും അത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴാണ് നമ്മളതിൽ വിജയിക്കാനായിട്ട് പറ്റുക. ദൈവത്തിൻ്റെ വചനത്തിനെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ പരിശീലിപ്പിക്കുക എന്നാണ് വചനം പറയുക. പരിശീലിപ്പിക്കുക. ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശീലിപ്പിക്കണം. വചനം നമ്മളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തരും. ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുറ്റമറ്റ ദൈവമക്കളായി മാറാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നുണ്ട്, നിൻ്റെ പ്രായക്കുറവിൻ്റെ പേരിൽ ആരും നിന്നെ അങ്ങോട്ട് താഴ്ത്തിക്കെട്ടാതിരിക്കട്ടെ. നീ കുറ്റമറ്റവനായി മാറണം. ആർക്കും കുറ്റം പറയാനുള്ളൊരു സാഹചര്യം ഒരുക്കരുത് നീ. ആ മറ്റുള്ളവരുടെ പെരുമാറ്റം, മറ്റുള്ളവരുടെ ബന്ധം, അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അല്ലാതെ തോന്നിയതുപോലെയുള്ള ബന്ധം സ്ഥാപിക്കുക, തോന്നിയതുപോലെ നടക്കുക. വത്സല മക്കളെപ്പോലെ ദൈവത്തെ അനുകരിക്കുക എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ പരിശുദ്ധനായ ദൈവമാണെന്നൊക്കെ വചനം പറയും. 1 പത്രോസ് 1:15 നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ. അതാ വചനം പറയുക. എല്ലാ കാര്യങ്ങളിലും. അത് നീ വസ്ത്രം ധരിക്കുന്ന കാര്യത്തിലാണെങ്കിലും. ചിലർ പള്ളിയിൽ പോകുമ്പോൾ ഒരു ഭക്തിയോടുകൂടെയുള്ളൊരു വസ്ത്രധാരണം. വേറെ ഒരു ടൂറിന് പോകുമ്പോഴാണെങ്കിൽ അവരെങ്ങനെയാണ് ധരിക്കുന്നത്? ഞാനിപ്പോൾ ഈ ഗുഡ്നസ് ടിവിയിലൂടെ പറഞ്ഞേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്കറിയാമല്ലോ. മറ്റുള്ളവർ ചിലരുടെയൊക്കെ പല സ്ഥലത്തും വെച്ചുള്ള ഫോട്ടോയെ കാണുമ്പോൾ നമ്മൾ തന്നെ അതിശയപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ അനുകരിക്കുക, പരിശുദ്ധനായവനെയാണ് അനുകരിക്കുന്നത്. അപ്പോൾ ആ പരിശുദ്ധി കീപ്പ് ചെയ്യണം. അത് നിൻ്റെ സംസാരത്തിൽ, പെരുമാറ്റത്തിൽ, നിൻ്റെ നോട്ടത്തിൽ, നിൻ്റെ വസ്ത്രധാരണത്തിൽ, നിൻ്റെ കൂട്ടുകെട്ടിൽ പരിശുദ്ധി ഉണ്ടായിരിക്കണം. ജെറമ്യാ പ്രവാചകൻ പറഞ്ഞു വയ്ക്കും, പതിരിനും ഗോതമ്പ് മണിക്ക് എന്താണ് പൊതുവിൽ സാദൃശ്യമുള്ളത്? ദൈവത്തിൻ്റെ മക്കൾക്ക് ബലിയാലുമായിട്ട് എന്താണ് ബന്ധമുള്ളത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടുകെട്ടൊക്കെ പരിശുദ്ധമായൊരു കൂട്ടുകെട്ടായിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മുടെ കൂട്ടുകാരും നമ്മളോട് കൂടെ യോജിച്ച് നിൽക്കുന്നില്ല എങ്കിൽ നമ്മൾ ക്രമേണ വഴിതെറ്റിപ്പോകാൻ ഇടയുണ്ട്. അതാണ് വക്രത നിറഞ്ഞതും വഴിപിഴച്ചതുമായ ലോകത്തിൽ. അപ്പോൾ അതുകൊണ്ട് കൂട്ടുകെട്ട് വക്രത നിറഞ്ഞവരുമായിട്ടുള്ള കൂട്ടുകെട്ടാണെങ്കിൽ, വഴിപിഴച്ചവരുമായിട്ടുള്ള കൂട്ടുകെട്ടാണെങ്കിൽ നിനക്ക് കുറ്റമറ്റ ദൈവവൈതലാകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും പരിശുദ്ധി പാലിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇതൊരു പരിശീലനമാണ്.
ഒരു വിശ്വാസ ജീവിതം, വിശുദ്ധ ജീവിതം ഒരു പരിശീലനമാണ്. നമുക്ക് കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ലോകത്തിൽ വക്രത നിറഞ്ഞതും വഴിപിഴച്ചതുമായ ഈ ലോകത്തിൽ കുറ്റമറ്റ ദൈവമക്കളായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ വിളിച്ച ദൈവമേ, അങ്ങ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ പരിശുദ്ധരായി ജീവിക്കാൻ തക്കവണ്ണം ഞങ്ങളെ അങ്ങയുടെ വചനത്താൽ ശുദ്ധിയുള്ളവരാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.